എല്ലാവർക്കും നമസ്കാരം. ബേക്കിംഗ് ഫാമിലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് ഗീ കേക്ക്. നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട്, ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കേക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കി ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ ഒരിക്കലും കേക്ക് ഫ്ലോപ്പായി പോവില്ല. ഉറപ്പായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബേക്കറി സ്റ്റൈലിൽ തന്നെ നമുക്ക് ഈ കേക്ക് കിട്ടും. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ചേരുവകളൊക്കെ തൂക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ത്രാസാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു ത്രാസ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ് കപ്പോ അതുപോലെ സ്പൂണോ അങ്ങനെയുള്ള അളവുകളൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു ത്രാസ് വെച്ച് തൂക്കിയെടുക്കാം. ഒരുപാട് കാശൊന്നും ഇതിനാവില്ല. ആമസോണിലൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇങ്ങനെ ഒരു ത്രാസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ത്രാസ് വാങ്ങിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് എളുപ്പമായിട്ടുണ്ടാവും. 150 ഗ്രാം മൈദയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഞാൻ ഈ കേക്കിലേക്ക് ഉപയോഗിക്കുന്നില്ല. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് ഒരു 2-3 പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം. 50 ഗ്രാം മൈദയ്ക്ക് 1 മുട്ട എന്ന അളവിലാണ് ഞാനിവിടെ മുട്ട ചേർക്കുന്നത്. അപ്പോൾ 150 ഗ്രാം മൈദയ്ക്ക് ഒരു 3 മുട്ട നമുക്ക് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ തെറിച്ച് പോവാതിരിക്കും. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടും ഇത് ബീറ്റ് ചെയ്തെടുക്കാം. മൈദ എടുത്ത അതേ അളവ് തന്നെ 150 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഈ ഗീ കേക്ക് ചെയ്യുന്നത്. ഇനി ഇതേപോലെ ഒരു വിസ്കോ ബീറ്ററിൻ്റെ കമ്പിയോ എന്തെങ്കിലും വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. മിക്സാക്കിയതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് പതുക്കെ ചെറിയ സ്പീഡിലിട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ആദ്യം ചെറിയ സ്പീഡിലിട്ട് അടിച്ചു കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് ഇതിൽ നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. കുറച്ച് പഞ്ചസാര അലിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കാം. സ്പീഡ് കൂട്ടി നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഈ മുട്ടയും പഞ്ചസാരയും നല്ല അലിഞ്ഞു വന്നിട്ടുണ്ട്. പഞ്ചസാരയുടെ കുഞ്ഞു തരികളൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. അപ്പം ഇതേപോലെ കളറൊക്കെ മാറി വരുന്നത് വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, നമുക്ക് വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഒക്കെ ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഹൈ സ്പീഡിലൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട ഇതേപോലെ ബീറ്റാവും. പക്ഷേ ബീറ്റർ വെച്ച് അടിക്കുമ്പോഴായിരിക്കും കേക്കിന് കുറച്ചും കൂടെ സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായുടെ പൊടി ആയാലും കുഴപ്പമില്ല. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് 75 ഗ്രാം നെയ്യ്, മൈദ 150 ഗ്രാം ആണെങ്കിൽ അതിൻ്റെ നേർപകുതി നെയ്യ്, 75 ഗ്രാം നെയ്യ്, അത് റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യ് തന്നെ ആവണം. അതുപോലെ മുട്ടയും അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കരുത്. എല്ലാം റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ ആയിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ. ഈ നെയ്യ് മുഴുവനും ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിലേക്ക് ഒരു 150 ഗ്രാം പാല്, ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. നെയ്യും പാലും കൂടെ സ്റ്റൗവിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കി കൊണ്ടുവരാം. ഇത് അടുപ്പത്ത് വെച്ച് നമ്മൾ മാറിയൊന്നും പോവരുത്. ഇവിടെ തന്നെ നിന്ന് കൊടുത്തുകൊണ്ട് ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. പാലും നെയ്യും കൂടെ ചൂടാക്കിയെടുക്കാം. നമ്മൾ അരിച്ച് നേരത്തെ വെച്ചിരുന്ന മൈദപ്പൊടി ഈ മുട്ടയിലേക്ക് ഒഴിച്ച് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. മൈദപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കമ്പി കൊണ്ട് തന്നെ ഇതേപോലെ തട്ടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. മൈദ മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ നെയ്യും പാലും കൂടെ ചെറു ചൂടോടുകൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. അതുകൂടെ കൂട്ടി നന്നായിട്ട് നമ്മുടെ ബാറ്ററി ഇവിടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ റെഡിയായ ബാറ്ററി നമ്മുടെ കേക്കിൻ്റെ ട്രേയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ട്രേയുടെ ഒരു പകുതി ഭാഗം മാത്രമേ നമ്മൾ ഈ ബാറ്ററി ഒഴിക്കാവുള്ളൂ. കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ കേക്ക് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. കേക്ക് ആയി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പൊന്തി വരും. അപ്പോൾ ഇതേപോലെ പകുതി മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രേ ഒന്ന് 2-3 പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം.
നമ്മുടെ ഓവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് ടൈമും കൊടുത്ത് 2 ഭാഗവും കോയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്ക് നമ്മുടെ ഈ ബേക്കിംഗ് ട്രേ അങ്ങ് വെച്ച് കൊടുക്കാം. പതുക്കെ ഈ ഡോറങ്ങ് അടച്ചു കൊടുക്കണം. എന്നിട്ട് ഈ 180 എന്നുള്ളത് ഒരു 170 ആക്കിയിട്ട് കുറച്ച് കൊടുക്കാം. ഇത്രയും ചൂട് മതി. ഈ ചൂടിൽ നമുക്ക് ഒരു 40 മിനിറ്റ് ടൈം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ആയോ നോക്കാം. ഓവൻ ഇല്ലാത്തവരാരും പേടിക്കേണ്ട. കുക്കറിലും അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ പാത്രത്തിലും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അലുമിനിയത്തിൻ്റെ പാത്രമാണെങ്കിൽ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലും അതിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിൽ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് വരെ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം കേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓവനിൽ ഉണ്ടാക്കുമ്പോൾ 2 ഭാഗം ഒരേപോലെ കളറടിച്ച് കിട്ടും. അപ്പം നമ്മൾ സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് ചെയ്യാവുമ്പോൾ നമ്മുടെ മുകൾ ഭാഗം അങ്ങോട്ട് കളറടിക്കില്ല. ഈ 2 കോയിലും കത്തുന്നത് കൊണ്ട് ഈ കേക്ക് ഓവനിലായിട്ട് നന്നായിട്ട് വരും. അതേപോലെ കുക്കറിൽ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലാണെങ്കിൽ കുക്കറിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പ് വെതറി കൊടുത്തിട്ട് അതുപോലെ ഒരു ട്രേ എന്തെങ്കിലും ഒരു ഗ്രില്ലെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റാക്ക് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് വാഷറും വെയിറ്റും നമ്മൾ ഊരിക്കളയുക. എന്നിട്ട് മൂടി വെച്ച് ഇതേപോലെ തന്നെ 45 മിനിറ്റ് ടൈം എടുത്ത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്കൊക്കെ കറക്റ്റ് സമയം കൊണ്ട് നമ്മളിവിടെ ആക്കി എടുത്തിട്ടുണ്ട്. 45 മിനിറ്റ് കൊണ്ട് നമ്മുടെ അടിപൊളി ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇത്രയ്ക്ക് റെഡി ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നല്ല പഞ്ഞി പോലെ എണ്ണമയമായിട്ട് നല്ല കേക്ക്, സൂപ്പർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ ഒരു കത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ പതുക്കെ അങ്ങോട്ട് മുറിച്ചെടുക്കാം. ഒരേ സ്ലൈസ് ആക്കിയിട്ട് കത്തിയൊക്കെ നന്നായിട്ട് താഴ്ന്നങ്ങ് പോവുക. അത്ര സ്പോഞ്ചായി കേക്ക്. ഇതാ നമ്മുടെ കേക്ക് ഞാനിവിടെ സൂപ്പറായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല എണ്ണമയമൊക്കെ കൂടിയിട്ട് സൂപ്പറായിട്ടുള്ള നല്ല ഗീ കേക്ക്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഗീ കേക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പം 1/2 കിലോ കേക്കാണ് ഞാനിവിടെ നമ്മുടെ ഈ അളവിൽ കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.